ഇറച്ചിക്കറിയൊക്കെ വെക്കുന്ന അതേ രുചിയിൽ കടച്ചക്കക്കറി നമുക്ക് തയ്യാറാക്കി എടുക്കാം. അതിന് ഈ അരപ്പും ഈ വറവും മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതേ മുഴുപ്പിലുള്ളൊരു കടച്ചക്കയാണ് ഞാൻ കറി വെക്കാനായിട്ട് എടുക്കുന്നത്. ഏറ്റവും ആദ്യം കടച്ചക്കയ്ക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാനുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ തേങ്ങയും ഒരു 6 ഉണക്കമുളകും എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഒരു 3 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 4 വെളുത്തുള്ളി, അതിൻ്റെ കൂടെ ഏലക്കയാണ് 6 എണ്ണം എടുത്തിട്ടുണ്ട്. അതൊന്ന് തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ജീരകമാണ് ചേർക്കാൻ പോകുന്നത്. ജീരകത്തിൻ്റെ കൂടെ ഒരു ഇച്ചിരി കുരുമുളക്, അത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം. വറുത്തെടുക്കുമ്പോൾ അധികം കരിഞ്ഞു പോവാതെ ഇളക്കി കൊടുത്ത് തന്നെ വറുത്തെടുക്കാൻ ശ്രമിക്കണം. ചെറിയ തീയിൽ സാവകാശം വറുത്തെടുത്താൽ മതി. അപ്പോൾ കരിഞ്ഞൊന്നും പോവാതെ കിട്ടും. ഇപ്പോൾ നമ്മുടെ തേങ്ങ ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടെ ചേർത്ത് മല്ലിപ്പൊടി മൂക്കണ വരെ വീണ്ടും ഒന്ന് ഇളക്കി വറുത്തെടുക്കാം. ഇപ്പോൾ തേങ്ങ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. അതിലെ കറിവേപ്പില ഒന്ന് നമുക്കൊന്ന് പൊടിച്ച് നോക്കാം. അത്യാവശ്യം വറുത്ത് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ 2 സവാള എടുത്തിട്ടുണ്ട്. നീളത്തിലരിഞ്ഞ 2 സവാള ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്ത് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി മൊരിഞ്ഞൊന്നും പോകണ്ട, ഒന്ന് വഴണ്ട് വന്നാൽ മതി. ചെറുതായിട്ടൊരു ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് ഇച്ചിരി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പൊടികളാണ്. ഇത് മുളക് പൊടിയും മല്ലിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇത് രണ്ടും ഒന്ന് മൂക്കണ വരെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് വീണ്ടും കുറച്ചുകൂടെ പൊടികൾ ആഡ് ചെയ്യാനുണ്ട്. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് പെരിഞ്ജീരകത്തിൻ്റെ പൊടി, കുരുമുളകിൻ്റെ പൊടി, ഗരം മസാലപ്പൊടിയാണ്. ഇതും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി മൂപ്പിച്ചു കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിനകത്തേക്ക് ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം. 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഈ തക്കാളിയും കൂടെ നമുക്കൊന്ന് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളി വഴറ്റിയെടുക്കുകയൊന്നും വേണ്ട. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തിൻ്റെ കൂടെ തന്നെ അരിഞ്ഞു വച്ചിരിക്കുന്ന കടച്ചക്കയും ചേർത്ത് വീണ്ടും ഒന്ന് ഇത്തിരി വെള്ളം കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. കടച്ചക്ക ഒരു പകുതി വേഗമാകാൻ മാത്രമുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ചേർത്തിരിക്കുന്നത്. ഒരു പകുതി വേവാകുമ്പോഴേക്കും നമുക്കിനി അരപ്പ് ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇതൊന്ന് തട്ടിപ്പൊത്തി ഇങ്ങനെ വച്ച് കൊടുത്തിട്ട് മൂടി വെച്ച് വേവിക്കണം. അതിനു മുമ്പ് കുറച്ച് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് വേകട്ടെ. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് കുക്കായി വരും. ഇപ്പോൾ പകുതി വേഗമായിട്ടുണ്ട്. കടച്ചക്ക പകുതി വെന്തിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ വറുത്തതില്ലേ, അത് ഇത്തിരി വെള്ളം ചേർത്ത് അരച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. ഇനി തേങ്ങ അരച്ച ജാറിൽ കുറച്ച് വെള്ളവും കൂടെ മിക്സ് ചെയ്ത് അതും കൂടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കടച്ചക്ക പകുതിയേ വെന്തിട്ടുള്ളൂ, ബാക്കി വേകാനുണ്ട്. അതുകൊണ്ട് വീണ്ടും ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചു കൊടുക്കാം. കറി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് വേണം ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാൻ. അരപ്പ് തിളച്ചു തുടങ്ങിയ ഒരു 10 മിനിറ്റും കൂടെ ഒന്ന് കുക്കായാൽ മതി. അപ്പോഴേക്കും കടച്ചക്ക മുഴുവനായിട്ടും വെന്ത് കിട്ടും. കടച്ചക്ക കുഴഞ്ഞു പോകരുത്, ആ പാകത്തിനാണ് വേവിച്ചെടുക്കേണ്ടത്. അധികം കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ കറിക്ക് ടേസ്റ്റ് കുറഞ്ഞു പോവും. അപ്പോൾ അധികം കുഴയാത്ത കടച്ചക്ക വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇപ്പോൾ കറി ആയിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. കറി നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ച് ഈ ചട്ടി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അതേ അടുപ്പിലേക്ക് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കണം. കറിക്ക് വറവിടാനാണ്. വറവിടാൻ വേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരല്പം കടുക്, ഒരു 3 വറ്റൽമുളക്. ഇനി ചേർത്ത് കൊടുക്കുന്നത് നീളത്തിലരിഞ്ഞ വെളുത്തുള്ളിയാണ്. ഒരു 7 അല്ലി വെളുത്തുള്ളി ഉണ്ട്. നീളത്തിലരിഞ്ഞ ചുവന്നുള്ളി ഉണ്ട്. 8 ചുവന്നുള്ളി ഞാൻ നീളത്തിലരിഞ്ഞെടുത്തതുണ്ട്. അതും കൂടെ ഇച്ചിരി കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം. കരിഞ്ഞു പോണ പോലെ വറുക്കരുത്.
അധികം വറുക്കണ്ട, ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. ഇനി അതും കൂടി കറിയിലേക്കൊന്ന് ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ കടച്ചക്കക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഒരു തവണയെങ്കിലും കറി വെച്ച് നോക്കണേ, നല്ല ടേസ്റ്റാണ്. നല്ല ഇറച്ചിക്കറിയുടെ അതേ രുചിയിൽ നമുക്ക് കടച്ചക്ക ഇതേപോലെ കറി വെച്ചെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക്